ഹലോ. ഓക്കെ. അപ്പൊ നീൽസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് ലൈഫ് സയൻസ് ആണ്. ലൈഫ് സയൻസിൽ തന്നെ നമ്മൾ ഏതൊരു എക്സാം എടുത്താലും ഇപ്പൊ +2 ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് എക്സാം എടുത്താലും എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് വൈറ്റമിൻസ്, മിനറൽസ്, അതിന്റെ ഡെഫിഷ്യൻസി, ഡിസീസസ്. അപ്പൊ ഇന്ന് നമ്മൾ അതാണ്, ആ ഒരു ടോപ്പിക് ആണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ. സോ ആദ്യം നമുക്ക് എന്താണ് ന്യൂട്രീഷൻ എന്ന് നോക്കാം. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് റിസീവ് ആൻഡ് ടേക്ക് ഫുഡ്. അതായത് ഡിഫറെന്റ് ഓർഗാനിസംസ് അവർക്ക് ആവശ്യമുള്ള പോഷക ഘടകങ്ങൾ അവർ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മലയാളത്തിൽ അതിനെ പോഷണം എന്നാണ് നമ്മൾ പറയാം. ഈ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കുന്ന ശാഖ, ആ ഒരു ഏരിയയെ നമ്മൾ ട്രോഫോളജി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ട്രോഫോളജി ഒക്കെ ചോദിക്കാറുണ്ട്, കാരണം സ്റ്റഡി ഏരിയാസ് എപ്പോഴും ചോദിക്കുന്നതാണ്, സയന്റിഫിക് സ്റ്റഡീസ് ഏരിയാസ്. അപ്പൊ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കുന്നത് ട്രോഫോളജിയാണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ന്യൂട്രിയൻസ് എന്താണ്? ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ, ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ശരീരത്തില് സെൽസ്, ടിഷ്യൂസ്, മറ്റ് നെസസറി ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില കെമിക്കൽ മോളിക്യൂൾസ് ആവശ്യമാണ്. അത്തരത്തിലുള്ള കെമിക്കൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ന്യൂട്രീഷൻ എന്താണെന്ന് പറഞ്ഞു, ന്യൂട്രീഷനെ കുറിച്ചുള്ള സ്റ്റഡി എന്താണെന്ന് പറഞ്ഞു, ന്യൂട്രിയൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട്, അതെന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് അവിടെ കിടക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ്, പിന്നെ അതിന്റെ കൂടെ വാട്ടർ നമ്മുടെ ശരീരത്തിൽ പല പ്രവർത്തനങ്ങളും നടത്താൻ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് ഡയറ്റിലൂടെ ആവശ്യമായിട്ടുള്ള മെയിൻ ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി ഈ കൊടുത്തിരിക്കുന്ന ന്യൂട്രിയൻസിൽ തന്നെ ഒരു 3 ആൾക്കാരെ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കും. കാരണം ഇവര് നമ്മുടെ ശരീരത്തിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇവരില്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല എന്ന് നമുക്ക് പറയാം. അങ്ങനെ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്. ഇത് 3 പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവര് നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ന്യൂട്രിയൻസ് ആയതുകൊണ്ടാണ്. ഓക്കെ. ഇനി ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃതമായിട്ടുള്ള ഒരു ആഹാര രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ന്യൂട്രിയൻസും കൃത്യമായിട്ടുള്ള പ്രപ്പോർഷനിലും റൈറ്റ് എമൗണ്ടിലും നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഫുഡായിട്ട് എടുക്കുന്നതിന്, ആ ഒരു ഡയറ്റിന് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഫുഡായിട്ട് ഡയറ്റിലൂടെ ഈ ന്യൂട്രിയൻസ് കൃത്യമായിട്ടുള്ള അളവിൽ എടുക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ശരിക്കും മിൽക്ക് ഇത്തരത്തിൽ ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ആഹാര പദാർത്ഥമാണ്. അപ്പോ സമീകൃത ആഹാരമാണ് മിൽക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. നമ്മൾ ന്യൂട്രിയൻസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രിയൻസ് തന്നെയാണ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിലൂടെ ലാർജ് ക്വാണ്ടിറ്റീസ് ആവശ്യമുള്ളതാണ് മാക്രോ ന്യൂട്രിയൻസ്. പ്രോട്ടീൻസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എമൗണ്ട്സിൽ മാത്രം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ്. എക്സാമ്പിൾസ് ആണ് വൈറ്റമിൻസ്, മിനറൽസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ന്യൂട്രീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് എവിടെയാണ്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ഇങ്ങനെയും ചോദിച്ച ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഈ ന്യൂട്രിയൻസുമായി ബന്ധപ്പെട്ട റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈദരാബാദ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദ് ആണ്. അപ്പൊ ഇനി പറയുന്നത് 2018 സെപ്റ്റംബർ മുതൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ ന്യൂട്രീഷൻ മന്ത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. 2018 മുതൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ ന്യൂട്രീഷൻ മന്ത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബറിലാണ് അത് വരുന്നത്. സെപ്റ്റംബർ ആദ്യത്തെ വീക്ക്, അതായത് സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 7 വരെയുള്ള ആ ഒരു 7 ദിവസം എല്ലാ വർഷവും നാഷണൽ ന്യൂട്രീഷൻ വീക്ക് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വളരെയധികം ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് അതിന്റെ ഒരു പോസ്റ്റർ ആണ്. നാഷണൽ ന്യൂട്രീഷൻ വീക്ക് 2022 ഒരു പോസ്റ്റർ ജസ്റ്റ് എടുത്തിട്ടതാണ്.
ഒന്ന് സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മുടെ ന്യൂട്രിയൻസും അവരുടെ ഫങ്ഷനും. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ്, വാട്ടർ, ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ്. അപ്പൊ ഇവരുടെ മെയിൻ ഫംഗ്ഷൻ ആണ് ജസ്റ്റ് ഒരു 1 ലൈനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. അല്ലാതെ 1 ലൈൻ അത് എന്താണെന്ന് നമുക്ക് നോക്കി പോവാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എനർജി ജനറേഷൻ ആണ്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ചോറ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. എനർജി, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ടിഷ്യൂസിന്റെ കൺസ്ട്രക്ഷൻ ആണ് പ്രോട്ടീൻ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ എന്തൊരു സാധനം എടുത്താലും അത് മിക്കവാറും പ്രോട്ടീൻ കൊണ്ട് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുടി ഒരു പ്രോട്ടീൻ ആണ്. കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ മുടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നഖങ്ങൾ, അതുപോലെ നമ്മുടെ ശരീരത്തില് മേജർ പോർഷനും പ്രോട്ടീൻസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ കൺസ്ട്രക്ഷൻ, ബോഡി ടിഷ്യൂസിന്റെ കൺസ്ട്രക്ഷൻ ആണ് പ്രോട്ടീനിന്റെ മെയിൻ ആയിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. ഫാറ്റ് നമുക്കറിയാം, നന്നായി ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും. അപ്പൊ എനർജി പ്രൊഡക്ഷൻ ആണ് ഫാറ്റിന്റെ ഒരു ഫംഗ്ഷൻ. നെക്സ്റ്റ് മിനറൽസ്. മിനറൽസ് പറയുമ്പോൾ ഈ കാൽഷ്യം, ഫോസ്ഫറസ്, അയഡിൻ പോലുള്ള ഡിഫറെന്റ് മിനറൽസ് ഉണ്ട്. ഡിഫറെന്റ് ബയോളജിക്കൽ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് വൈറ്റമിൻസ് നമുക്കറിയാം. വൈറ്റമിൻ എ ഉണ്ട്, ബി, സി, ഡി, ഇ, കെ. അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ തന്നെ 8 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ ആയിട്ടുള്ള ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൾക്കാരാണ് വൈറ്റമിൻസ്. വാട്ടർ, ഈ പറയുന്ന ഏത് ഘടകം ഇല്ലെങ്കിലും വാട്ടർ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കില്ല. അപ്പൊ വാട്ടർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ബയോളജിക്കൽ ആക്ടിവിറ്റിനെയും ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ വാട്ടർ കൃത്യമായിട്ടുള്ള എമൗണ്ടിൽ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ്. അവരുടെ ഒരു 1 ലൈനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമ്മൾ ഓരോരുത്തരെയായിട്ട് എടുത്തു പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ എടുത്തു പഠിക്കുമ്പോൾ ഓക്കെ അപ്പൊ ഇത് ഓരോരുത്തരായിട്ട് എടുത്ത് പഠിക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു, എനർജി ജനറേഷൻ ആണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പൊ ഇത് നമ്മുടെ ബോഡിയിൽ ചില മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്. എനർജി കൺസ്യൂം ചെയ്യുന്ന, എനർജി ആവശ്യമായിട്ടുള്ള കുറെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിലെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായവയാണ് കാർബോഹൈഡ്രേറ്റിലെ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാർബോഹൈഡ്രേറ്റ് എടുക്കുവാണെങ്കിൽ, ഗ്ലൂക്കോസ് എടുക്കുവാണെങ്കിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എന്താണെന്ന് വെച്ചാൽ 2:1 എന്നുള്ള രീതിയിലാണ്. അപ്പൊ സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ് ഇതൊക്കെ കാർബോഹൈഡ്രേറ്റിന്റെ തന്നെ ഡിഫറെന്റ് ഫോംസ് ആണ്. ഗ്ലൂക്കോസ് നമുക്ക് പരിചിതമാണ്, ഷുഗർ നമുക്കറിയാം, സ്റ്റാർച്ച് അറിയാം. സ്റ്റാർച്ച് ഈ പറയുന്ന ഉരുളക്കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ് പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ പ്ലാന്റ്സ് കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ്. ഇനി കാർബോഹൈഡ്രേറ്റ് ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാൾക്ക് എത്ര കാർബോഹൈഡ്രേറ്റ് വേണമെന്ന് ചോദിച്ചാൽ 500 grams കാർബോഹൈഡ്രേറ്റ് പെർ ഡേ ഒരാൾക്ക്, ഒരു ആരോഗ്യവാനായിട്ടുള്ള ആൾക്ക് ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നെക്സ്റ്റ്, നമ്മുടെ അത്ലറ്റ്സിന് പെട്ടെന്ന് ഒരു ക്യുക്കായിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൊടുക്കുന്നത്. അത്തരത്തിൽ കൊടുക്കുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് ഗ്ലൂക്കോസ്. നമ്മൾ നല്ല സ്പോർട്സ് ഡേ ഒക്കെ സ്കൂളുകളിലൊക്കെ നടത്തുന്ന സമയത്ത് നന്നായി ഓടി വരുന്ന ആൾക്കാർക്ക് ഗ്ലൂക്കോസ് പൊടി കലക്കി വെള്ളം കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾറെഡി അവർ ഓടി ക്ഷീണിച്ച് അവരുടെ എനർജി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ക്യുക്കായിട്ട് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സെല്ലുലോസ്.
സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് എൻസൈംസ് ഒന്നും നമ്മുടെ ആനിമൽസിലൊന്നും അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ പ്ലാന്റിന്റെ സെൽ വാളിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഘടകം സെല്ലുലോസ് ആണ്. ഈ സെല്ലുലോസ് അടങ്ങിയ പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്ന ഹെർബിവോറസ് ആയിട്ടുള്ള, അതായത് സസ്യഭോജികളായിട്ടുള്ള പല ജീവിവർഗങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പശു ഒക്കെ പുല്ല് തിന്നുന്ന കൂട്ടത്തിലാണ്. ഈ പുല്ല് എന്ന് പറയുമ്പോൾ അതിനകത്ത് സെല്ലുലോസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അനിമൽസിലൊന്നും തന്നെ ഈ പറയുന്ന സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻസൈംസ് ഒന്നും ഇല്ലാന്ന്. എങ്ങനെയായിരിക്കും ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഈ ഇത്തരത്തില് ഈ പറയുന്ന പുല്ല് പോലുള്ള സാധനങ്ങളൊക്കെ തിന്നുന്ന ആനിമൽസിനെ നമ്മൾ റുഡിമെന്റ്സ് എന്ന് പറയും. ആനിമൽസിന്റെ പേരാണ്. ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് സീക്കം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് ഈ പറയുന്ന ഇൻഡസ്ട്രി, ലാർജ് ഇൻഡസ്ട്രി, സ്മോൾ ഇൻഡസ്ട്രിയുടെ ഒക്കെ ഭാഗമായിട്ട് പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഇൻഡസ്ട്രൈനില് സീക്കം എന്ന് പറയുന്ന ഭാഗത്ത് അതിനുള്ളില് ചില ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് ആണ് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സെല്ലുലോസിനെ ഡൈജഷന് സഹായിക്കുന്നത്. ഓക്കെ, അൺഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ ശരീരത്തില് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ്. ഓക്കെ, എന്തിന്റെ രൂപത്തിലാണ്? ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ് നമ്മുടെ ശരീരത്തില് കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോജനെ നമ്മൾ ആനിമൽ സ്റ്റാർച്ച് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തില് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഫോം ആണത്. അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോജനെ ആനിമൽ സ്റ്റാർച്ച് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ യൂഷ്വലി അനിമൽസിൽ ഗ്ലൈക്കോജൻ ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുക. അപ്പൊ പ്ലാന്റ്സിലാണെങ്കിൽ സ്റ്റാർച്ചിന്റെ ഫോമിലായിരിക്കും. പ്ലാന്റ്സിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിന്റെ ഫോമിലും ആനിമൽസിൽ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജന്റെ ഫോമിലുമാണ്. ക്ലിയർ അല്ലേ? മനസ്സിലാകുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പൊ സെറീൽസിലും ട്യൂബേഴ്സിലും ഒക്കെ കാർബോഹൈഡ്രേറ്റ്, സെറീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗോതമ്പ്, അരി പോലുള്ള സാധനങ്ങളില്ലേ, അതാണ് സെറീൽസ്. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു തന്നു, നമ്മുടെ കൊള്ളിക്കിഴങ്ങ്, മരച്ചീനി, അതുപോലെ ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ട്യൂബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചിന്റെ ഫോമിലാണ് കാണുന്നത്. ഇനി 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അതായത് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം എനർജി കിട്ടും എന്ന് ചോദിച്ചാൽ 4 കലോറി എനർജിയാണ് കിട്ടുക. എനർജി അളക്കുന്ന യൂണിറ്റ്, ഇപ്പൊ നമ്മളൊരു ഒരു സ്ഥലത്തേക്കുള്ള ലെങ്ത്, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയം വരെ ഇത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാ പറയാം. അപ്പൊ ആ ദൂരത്തിന് അളക്കുന്നത് കിലോമീറ്റർ ആണ്. അതുപോലെ ഇവിടെ എനർജീനെ അളക്കുന്ന യൂണിറ്റ് കലോറി ആണ്. അപ്പൊ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് 4 കലോറിയാണ് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കാർബോഹൈഡ്രേറ്റ് വരുന്നത്. കാർബോഹൈഡ്രേറ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോട്ടീൻ ആണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. ന്യൂട്രിയൻസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി ടിഷ്യൂസ്. ബോഡി ടിഷ്യൂസിന്റെ കൺസ്ട്രക്ഷൻ, അതായത് നമ്മുടെ ശരീരത്തിലെ ഡിഫറെന്റ് സെൽസിന്റെ ഒക്കെ കൺസ്ട്രക്ഷന് സഹായിക്കുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ന്യൂട്രിയന്റും കൂടെയാണ് പ്രോട്ടീൻ. ഇതിന് വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ജിമ്മിലൊക്കെ പോകുന്നവര് കുറച്ചുകൂടെ പ്രോട്ടീൻ പൗഡർ ആയിട്ട് കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ടിഷ്യൂ വളരെ, അല്ലെങ്കിൽ നമ്മുടെ സെല്ല് വളരാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ മസിൽസിനാണ് അവിടെ ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ മസിൽസ് ഒക്കെ നന്നായിട്ട് വളരാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ മെയിൻ ബേസിക് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി ടിഷ്യൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് നോക്കുവാണെങ്കിലും പ്രോട്ടീൻ എന്ന് പറയുന്നത് ബോഡി ബിൽഡർ എന്ന് അറിയപ്പെടുന്നുണ്ട്. സോ ദ സയന്റിസ്റ്റ് ഹു ഫസ്റ്റ് യൂസ്ഡ് ദ നെയിം പ്രോട്ടീൻ എന്ന പേര് ആദ്യമായിട്ട് ഉപയോഗിച്ച സയന്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ ജേക്കബ് ബാർസിലിയസ് ആണ് ആദ്യമായിട്ട്
പ്രോട്ടീൻ എന്ന് പറയുന്ന പേര് സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു പേര് യൂസ് ചെയ്തത്. ഇനി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അത് ചെറിയ ചെറിയ യൂണിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു മുത്തുമാല എടുക്കുകയാണെങ്കിൽ ആ മുത്തുമാല മുഴുവനായിട്ട് ഫോം ചെയ്യണമെങ്കിൽ ഓരോരോ മുത്തും ഇങ്ങനെ കോർത്ത് കോർത്ത് വെക്കണം. മാത്രമല്ല മുത്തിനിടയിലൂടെ ഒരു നൂലും കൂടെ വേണം. അതായത് ആ മുത്തുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നൂല് വേണം. ആ മുത്തുകളെല്ലാം കൂടെ ചേർന്നിരിക്കണം. എന്നാൽ മാത്രമേ ഒരു മാല ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാല പോലെ തന്നെയാണ് ഈ പ്രോട്ടീൻ. ആ ഒരു മാലയാണ് പ്രോട്ടീൻ എന്ന് എടുക്കുക. ആ മാലയിൽ ഓരോ മുത്തുകളും ഉണ്ടല്ലോ, അതുപോലെ തന്നെ പ്രോട്ടീനിലെ ഓരോരോ ഘടകങ്ങളെ നമ്മൾ അമിനോ ആസിഡ്സ് എന്നാണ് പറയുക. അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നത്. നമ്മൾ മാലയുടെ കേസ് പറഞ്ഞപ്പോ ഈ മുത്തുകൾ മാത്രം പോരാ, ഇത് കോർക്കുന്നതിന് വേണ്ടിയിട്ട്, തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു നൂല് വേണം എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ പ്രോട്ടീന്റെ കേസിൽ ഈ അമിനോ ആസിഡ്സിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന, ബോണ്ട് ചെയ്യുന്ന ചില ബോണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ചില കണക്ഷൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോ പ്രോട്ടീൻ ഫോം ചെയ്തിരിക്കുന്നത് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. ഡിഫറെന്റ് അമിനോ ആസിഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പ്രോട്ടീനകത്ത് ഏതൊക്കെ ഘടകങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഒക്കെ കോമൺ ആയിട്ട് കാണുന്നത്. ചില പ്രോട്ടീൻസിൽ സൾഫറിന്റെ പ്രസൻസ് ഉണ്ട്. അതായത് സൾഫർ ഉള്ള അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരു അമിനോ ആസിഡിനകത്ത് സൾഫറും കാണാറുണ്ട്. ബേസിക് ആയിട്ട് ഇത്രയും എലമെന്റ്സ് അതിനകത്ത് കാണാറുണ്ട്. അപ്പൊ നമ്മുടെ പ്രോട്ടീൻ മാനുഫാക്ചറിങ് ചെയ്യാൻ, അതായത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. നമ്മുടെ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചറിങ്ങിന് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ പേര് നൈട്രജൻ എന്നാണ്. ഇനി പ്രോട്ടീന്റെ മെയിൻ സോഴ്സ്, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കഴിച്ചാലാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുക? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മീറ്റ്, മാംസ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടും. എഗ്, മിൽക്ക്, ലെഗ്യൂംസ്, ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ, ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രോട്ടീൻ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇനി നമ്മൾ ഓരോന്ന് എടുത്ത് പറയാണ്. അത് ഓരോ ഫുഡ് ഐറ്റംസിലും ഇത് എത്രത്തോളം കാണുന്നുണ്ട്, ഇതിലാണ് കൂടുതൽ കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എഗ് എന്ന് പറയുന്നത് റഫറൻസ് പ്രോട്ടീൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താ? എഗ്ഗിനകത്ത് പ്രോട്ടീനിന്റെ ഒരു കലവറ തന്നെയാണ് എഗ്ഗ്. അതുകൊണ്ടാണ് റഫറൻസ് പ്രോട്ടീൻ എന്ന് അതിനെ വിളിക്കുന്നത്. ഇനി മോസ്റ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്ററി സപ്ലിമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ സോയാബീൻ ആണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കാണുന്ന ഒരു ഫുഡ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ സോയാബീനിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കാണുന്നത്. നിങ്ങൾ കേട്ട് കാണും, ഇപ്പൊ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തവര്, നോൺ വെജിറ്റേറിയൻ ഫുഡ്സിലാണ് കുറെ ഉണ്ട്. അതായത് ഈ പറയുന്ന മാംസം, ഫിഷസ്, ഇതിനകത്തൊക്കെ ഒത്തിരി പ്രോട്ടീൻ ഉണ്ട്. അത് കഴിക്കാത്തവർക്ക്, വെജിറ്റേറിയൻസ് ആയ ആളുകള് സോയാബീൻ കഴിക്കണമെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ സോയാബീൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പൊ അവര് മാംസം കഴിക്കുമ്പോൾ മാംസം കഴിക്കാത്തതുകൊണ്ട് അവർക്ക് കിട്ടാത്ത പ്രോട്ടീൻ സോയാബീൻ കഴിക്കുമ്പോൾ അതിൽ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സോയാബീൻ വെജിറ്റേറിയൻസിൽ ഒരു സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഒരു പ്രോട്ടീന്റെ സോഴ്സ് ആയിട്ട് അവർ അത് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ സോയാബീൻ ആണ് മോസ്റ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്ററി സപ്ലിമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സോയാബീനെ മിൽക്കിന്റെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം മിൽക്കിനകത്തും എഗ്ഗിനകത്തും ഒക്കെ ഒത്തിരി പ്രോട്ടീൻസ് കാണുന്നുണ്ട്. അതെ, ആ ഒരു മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സമീകൃത ആഹാരമാണ്. അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് തരുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് മിൽക്ക് എന്ന് പറയുന്നത്. ആ ഒരു മിൽക്കിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? സോയാബീനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് അത്രയും ന്യൂട്രീഷ്യസ് ആണ് സോയാബീൻ എന്നാണ് പറയുന്നത്. ഇനി പ്രോട്ടീൻ ഏറ്റവും റിച്ച് ആയിട്ട് കാണുന്ന ഒരു സ്പൈസ്, ഒരു സുഗന്ധവ്യഞ്ജനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെനുഗ്രീക്ക് ആണ്. ഓക്കെ, ഉലുവയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്പൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. പിന്നെ പ്രോട്ടീൻ സ്റ്റോർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കാറ്റഗറി ഉണ്ട്. അത് ഏത് പ്ലാന്റ് കാറ്റഗറി ആണെന്ന് ചോദിച്ചാൽ പൾസസ് ആണ്. അതായത് ലെഗ്യൂംസ് എന്ന് പറയുന്ന പ്ലാന്റ് വർഗ്ഗക്കാരാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ കാണുന്നത് പ്ലാന്റ് കാറ്റഗറി. ഇപ്പൊ പ്രോട്ടീൻ സ്റ്റോർ എന്നാണ് പൾസസ് അറിയപ്പെടുന്നത്. അതായത് ഈ കടല, മുതിര, പയറ്, പരിപ്പ് സാധനങ്ങളൊക്കെ ഇല്ലേ, ഇത്തരത്തിലുള്ള ലെഗ്യൂംസ് അല്ലെങ്കിൽ പൾസസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് കിട്ടും? പ്രോട്ടീൻ കിട്ടും. അപ്പൊ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കാറ്റഗറിയാണ് പൾസസ്. ഇനി നമ്മുടെ എർത്തില് പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കാണുന്നത് ഏത് ഫോമിലാണെന്ന് ചോദിച്ചാൽ റുബിസ്കോയുടെ ഫോമിലാണ്. റുബിസ്കോ എന്നുള്ള പേര് കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എൻസൈമിന്റെ പേരാണ് റുബിസ്കോ. റുബിസ്കോ ഒരു എൻസൈം ആണെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എർത്തില് പ്രോട്ടീൻ അബണ്ടന്റ് ആയിട്ട് കാണുന്നത് എന്ത് ഫോമിലാണെന്ന് ചോദിച്ചാൽ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം അല്ലെങ്കിൽ രാസാഗ്നി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അതിന്റെ പേരിലാണെന്ന് ആലോചിച്ച് വെക്കുക, അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കൊരു പ്രോട്ടീന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു സാമ്പിളിനകത്ത് പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, പ്രോട്ടീന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സാന്തോപ്രോട്ടീക് ടെസ്റ്റ് എന്ന്. എന്താണ് ആ പേര്? സാന്തോപ്രോട്ടീക് ടെസ്റ്റ്. അപ്പോ ഈ ഒരു കേസിൽ ഈ സാന്തോപ്രോട്ടീക് ടെസ്റ്റിൽ എങ്ങനെയാണ് ആ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു പ്രോട്ടീൻ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ലാബിൽ ഒരു സൊല്യൂഷൻ തരികയാണോ, അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ആ സൊല്യൂഷൻ എടുത്തു. ആ സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് ലെസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, അതായത് വലിയ കോൺസെൻട്രേഷൻ ഇല്ലാത്ത നൈട്രിക് ആസിഡ് കുറേശ്ശെ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ അത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് യെല്ലോ കളർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷനകത്ത് പ്രോട്ടീൻ ഉണ്ട് എന്നാണ് അർത്ഥം. ശരിയും കെമിസ്ട്രി ലാബിലെല്ലാം +2-ലാണെങ്കിലും ഡിഗ്രിക്കൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് സാന്തോപ്രോട്ടീക് ടെസ്റ്റ്. പ്രോട്ടീന്റെ പ്രസൻസ് അറിയുന്നതിനാണ്. ഇനി പ്രോട്ടീനിന്റെ ഡെഫിഷ്യൻസി, അതായത് പ്രോട്ടീൻ ശരീരത്തിൽ ഇല്ലാത്തത് മൂലം നമുക്ക് ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഉണ്ടാകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ് മരാസ്മസും കാഷിയോർക്കറും. മരാസ്മസ് ആൻഡ് കാഷിയോർക്കർ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി മരാസ്മസ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് പഠിക്കുകയാണ്. മരാസ്മസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയ ശരീരം, അതാണ് വോൺ ഔട്ട് ബോഡി എന്ന് പറയുന്നത്. വളരെ മെലിഞ്ഞുണങ്ങിയ ശരീരം, പ്രൊട്രൂഡിങ് റിംസ്, നമ്മുടെ വാരിയിലൊക്കെ ഇങ്ങനെ ഉമ്പി നിൽക്കും. ഡ്രൈ ആയിട്ടുള്ള സ്കിൻ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. കുഴിഞ്ഞു പോയ കണ്ണുകൾ, അതാണ് സങ്കൺ ഐസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മരാസ്മസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി മരാസ്മസ് വേറെ ചില പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഡിസീസ് ഓഫ് അപ്പറ്റൈറ്റ് എന്നും ഡിസീസ് ഓഫ് ഹങ്കർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഡിസീസ് ഓഫ് അപ്പറ്റൈറ്റ് എന്നും ഡിസീസ് ഓഫ് ഹങ്കർ എന്നും. അതായത് ശരിക്കും നമ്മുടെ ഫുഡിലൂടെ കിട്ടേണ്ട ഏറ്റവും വലിയ എമൗണ്ടിൽ കിട്ടേണ്ട ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. അപ്പൊ അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരാൾക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കിട്ടുന്നില്ല എന്നാണല്ലോ അർത്ഥം. അപ്പൊ ഡിസീസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വിശപ്പിന്റെ രോഗം, അല്ലെങ്കിൽ വിശപ്പിന്റെ രോഗം, അതാണ് ഡിസീസ് ഓഫ് അപ്പറ്റൈറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പട്ടിണി രോഗം, അതാണ് ഡിസീസ് ഓഫ് ഹങ്കർ. പട്ടിണി രോഗം അല്ലെങ്കിൽ വിശപ്പിന്റെ രോഗം എന്നൊക്കെയാണ് മരാസ്മസ് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൂടുതൽ എമൗണ്ടിൽ കാണുന്നത് ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. ബോഡി ബിൽഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് എന്നും പറഞ്ഞു. അപ്പൊ ഓരോരോ സ്ഥലങ്ങളിൽ കാണുന്ന ചില പ്രോട്ടീൻസിന്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രോട്ടീൻ ഫൗണ്ട് ഇൻ മസിൽസ്, നമ്മുടെ മസിൽസിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ മയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് നമ്മുടെ മസിൽസിൽ കാണുന്നത്. ഇനി നമ്മുടെ ശരീരത്തില് നമ്മുടെ ബോണിനെയും നമ്മുടെ എല്ലിനെയും നമ്മുടെ മസിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ട്. അതിന്റെ പേര് ടെൻഡൻ എന്നാണ്. ആ പാർട്ടിൽ കാണുന്ന ഒരു പ്രത്യേക തരം പ്രോട്ടീൻ ആണ് കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. അപ്പോ മസിലിൽ നേരിട്ട് കാണുന്ന പ്രോട്ടീൻ മയോസിൻ ആണ്. മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിന്റെ പേര് ടെൻഡൻ എന്നാണ്. ആ ടെൻഡനിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. ഇനി ഞാൻ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, പ്രോട്ടീൻ കാണുന്നതിൽ നമ്മുടെ ഹെയറിൽ കാണുന്നുണ്ട്, നമ്മുടെ നെയിലിൽ കാണുന്നുണ്ട്,
ആനിമൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ കൊമ്പില്ലേ, പശുവിന്റെ ഒക്കെ കൊമ്പ് കണ്ടിട്ടില്ലേ, കൊമ്പിലും എന്ത് കാണുന്നുണ്ട്, പ്രോട്ടീൻ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഹോണിലും നെയിലിലും ഹെയറിലും ഒക്കെ കാണുന്ന പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാൽ കെരാട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് നെയിലിലും ഹെയറിലും ഒക്കെ കാണുന്നത്. അതുപോലെ തന്നെ 1 gram ഓഫ് പ്രോട്ടീൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം എനർജി കിട്ടുമെന്ന് ചോദിച്ചാൽ 4 കലോറി എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 1 gram ഓഫ് പ്രോട്ടീൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം എനർജി കിട്ടുമെന്ന് ചോദിച്ചാൽ 4 കലോറി എനർജിയാണ് കിട്ടുന്നത്. അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ കേസിലും 4 കലോറി എനർജി തന്നെയാണ് പറഞ്ഞത്. ഇനി നമ്മുടെ എഗ് വൈറ്റിനകത്ത് കാണുന്ന ഒരു പ്രോട്ടീൻ ആണ് ഒവാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. നമ്മുടെ എഗ് വൈറ്റിനകത്ത് കാണുന്ന പ്രോട്ടീൻ ആണ് ഒവാൽബുമിൻ. മിൽക്കിൽ കാണുന്ന പ്രോട്ടീൻ ആണ് കസീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് മിൽക്കിൽ കാണുന്നത്. ആക്ച്വലി നമ്മുടെ മിൽക്കിന് ആ ഒരു വൈറ്റ് കളർ കൊടുക്കുന്നത് ഈ കസീൻ എന്ന് പറയുന്ന പ്രോട്ടീനിന്റെ പ്രസൻസ് ആണ്. അതായത് മിൽക്ക് വെള്ള കളറിൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ അത്രയും കസീന്റെ എമൗണ്ട് ഉള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ മരാസ്മസിന്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ക്വാഷിയോർക്കർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ്. അതിന്റെ സിംറ്റംസ് ആണ് ഇനി പറയുന്നത്. സ്റ്റാൻഡേർഡ് ബോഡി ഗ്രോത്ത് ആൻഡ് മെന്റൽ ഗ്രോത്ത്, അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ചയും ശാരീരികമായിട്ടുള്ള വളർച്ചയും മുരടിക്കുക. സ്വോളൻ ലെഗ്സ്, നമ്മുടെ ലെഗ്സ് ഒക്കെ വീർക്കുക, നീര് വെക്കുക. പ്രൊട്രൂഡിങ് ബല്ലി, നമ്മുടെ വയറെല്ലാം ചാടുക. ഐസ് എല്ലാം പ്രൊട്രൂഡിങ് ആവുക, ഉണ്ടിത്തള്ളിയ ഐസ്, കണ്ണുകൾ. ഇതൊക്കെയാണ് ക്വാഷിയോർക്കറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഒരു ദിവസം ഒരു 60 കിലോ എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാൻ ആണ്. അപ്പൊ ഒരു ദിവസം ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ എത്ര എമൗണ്ട് പ്രോട്ടീൻ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 gram ആണ്. ഇതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരുന്നു. ഈ 60 കിലോയ്ക്ക് പകരം അവരൊരു ഹെൽത്തി മാൻ എന്നാണ് ചോദിച്ചത്. രണ്ടും കറക്റ്റ് തന്നെയാണ്. ഹെൽത്തി മാൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 60 കിലോ ആണ് വരും. ഒരു ഏവറേജ് കണക്കാണ് പറയുന്നത്. അപ്പൊ അത്രയും വെയിറ്റ് ഉള്ള, ബോഡി വെയിറ്റ് ഉള്ള ഒരു പേഴ്സൺ ഒരു പെർ ഡേ എത്ര എമൗണ്ട് പ്രോട്ടീൻ കഴിക്കണം എന്ന് ചോദിച്ചാൽ 60 grams പ്രോട്ടീൻ കഴിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രോട്ടീൻ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഫാറ്റ് ആണ്. ഫാറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ എനർജി നൽകുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് ഫാറ്റ്. നമ്മൾ ശരിക്കും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഫാറ്റ് ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ അത് ബാഡ് ആയിട്ടുള്ള ഫാറ്റ് ആയിട്ട് മാറും. അതെന്താണെന്ന് പറയാം. അപ്പോൾ ഹൈ എനർജി നൽകുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് ഫാറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ ഫാറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ എനർജി പ്രൊഡക്ഷൻ ആണ് ഫാറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വിറ്റാമിൻ എ, ഡി, ഇ, കെ, ഈ 4 വൈറ്റമിൻസ്, അതായത് അഡക് എന്ന് പറയുന്ന ഒരു കോഡ് ഇട്ട് പഠിക്കാം. അഡക്, എ, ഡി, ഇ, കെ. ഈ അഡക് എന്ന് പറയുന്ന 4 വിറ്റാമിൻസും ഫാറ്റിലും സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ആണ്. വിറ്റാമിൻസ് നമ്മൾ ശരിക്കും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അത് വരുന്ന സ്ലൈഡുകളിൽ ഉണ്ട്. എന്നാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വൈറ്റമിൻസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫാറ്റിൽ ലയിക്കുന്നതും വെള്ളത്തിൽ ലയിക്കുന്നതും. ഫാറ്റിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ, അഡക് എന്നാണ് നമ്മൾ പറയുക. ബാലൻസ് വരുന്ന വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ആണ് വാട്ടറിൽ ലയിക്കുന്നത്. അപ്പൊ ഈ അഡക് വൈറ്റമിൻസിന്റെ അബ്സോർപ്ഷൻ ആര് വേണം? ഫാറ്റ് വേണം. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വിറ്റാമിൻ എ ഒക്കെ വരുവാണെങ്കിൽ അതിനെ ശരീരത്തിനകത്തേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്തിലേക്ക് മാത്രമേ അബ്സോർബ് ആവുള്ളൂ? ഫാറ്റിനകത്തേക്ക് മാത്രമേ അത് കൂടിച്ചേരുള്ളൂ. അപ്പൊ ഫാറ്റ് ഈ പറയുന്ന വൈറ്റമിൻസിന്റെ അബ്സോർപ്ഷന് ആവശ്യമാണ്. അതുപോലെ വൈറ്റമിൻ ഡി ആയിട്ട് മാറാൻ കഴിയുന്ന ഒരു ഫാറ്റ് ആണ് എർഗോസ്റ്റിറോൾ. അതായത് വൈറ്റമിൻ ഡി ആയിട്ട് മാറാൻ സാധിക്കുന്ന ഒരു ഫാറ്റിന്റെ ഫോം ആണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫാറ്റിന് 2 ഘടകങ്ങളാണുള്ളത്. ഒരു ഫാറ്റി ആസിഡ് ടെയിലും ഉണ്ട്, ഒരു ഗ്ലിസറോളും ഉണ്ട്, ഒരു ഹെഡ് ഉണ്ട്. ഒരു ടെയിലും ഹെഡും ഉണ്ട്, ഒരു ഗ്ലിസറോൾ ഹെഡും ഒരു ഫാറ്റി ആസിഡ് ടെയിലുമാണ്. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് ഫാറ്റിന് വരുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡില് ഫാറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നാണ് എൻസൈമിന്റെ പേര്. ആ എൻസൈം ഈ പറയുന്ന ഫാറ്റിനെ വിഘടിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു.
ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഫാറ്റ് ഉണ്ടെങ്കിൽ ആ ഫാറ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് പാൻക്രിയാസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം ഈ ഫാറ്റിനെ വിഘടിപ്പിച്ച് ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഓക്കെ, ഈ ഫാറ്റിനകത്ത് എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, മെയിൻ ആയിട്ട് ഈ 3 എലമെന്റ്സ് ആണ് അതിനകത്ത് കാണുന്നത്. നമ്മുടെ ശരീരത്തില് നോർമൽ ലെവലിൽ കാണുന്ന കൊളസ്ട്രോളിന്റെ അളവ് എത്രയാന്ന് വെച്ചാൽ 100 ml ബ്ലഡ് എടുക്കുകയാണെങ്കിൽ 200 മില്ലിഗ്രാമിന് താഴെ മാത്രമേ കാണാൻ പാടുള്ളൂ നോർമൽ ലെവൽ ഓഫ് കൊളസ്ട്രോൾ. ഇനി നമ്മുടെ ബ്ലഡിലൂടെ ഈ കൊളസ്ട്രോളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന, അതായത് നമ്മുടെ ബ്ലഡിലൂടെ ഈ പറയുന്ന കൊളസ്ട്രോളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാരിയർ പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പേരാണ് ലിപ്പോപ്രോട്ടീൻ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഡൈജഷനും എന്ത് പ്രോസസ്സ് നടക്കുകയാണെങ്കിലും ഫൈനലി അത് അബ്സോർബ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലോട്ടായിരിക്കും. അതിൽ നിന്നാണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത്തരത്തില് നമ്മുടെ കൊളസ്ട്രോളിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ബ്ലഡിൽ കാണുന്ന ഒരു കാരിയർ പ്രോട്ടീൻ ആണ് ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 ടൈപ്പ് ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. LDL ഉം HDL ഉം ചോദിക്കാറുണ്ട്. ഇതിൽ ഏതാണ് ബാഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, ഏതാണ് ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. അപ്പൊ 2 ടൈപ്പ് ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്. LDL ഉം ഉണ്ട്, HDL ഉം ഉണ്ട്. LDL എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ് LDL എന്ന് പറയുന്നത്. HDL എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ് HDL. അപ്പൊ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കൊളസ്ട്രോൾ ഉള്ള ഈ കൊളസ്ട്രോളിനെ ക്യാരി ചെയ്യുന്ന ലിപ്പോപ്രോട്ടീൻ ആണ് HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. എന്നാൽ നമ്മുടെ ബോഡിക്ക് വളരെ ഹാർംഫുൾ ആയിട്ടുള്ള കൊളസ്ട്രോളിനെ ക്യാരി ചെയ്യുന്ന ലിപ്പോപ്രോട്ടീൻ ആണ് LDL അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ക്ലിയർ ആണോ? HDL ഉം LDL ഉം ക്ലിയർ ആണോ? ഇത് മനസ്സിലായാലും നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഈ ഗുഡ് കൊളസ്ട്രോൾ എന്ന് ഇത് എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് LDL ബാഡ് കൊളസ്ട്രോൾ എന്നും HDL ഒരു ഗുഡ് കൊളസ്ട്രോൾ എന്നും അറിയപ്പെടുന്നത്? കാരണം ക്ലിയർ ആണ്. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ HDL അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഈ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് എനർജി ഒക്കെ ഉണ്ട്. അപ്പൊ ആവശ്യത്തിന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കിട്ടി, ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടി, നമുക്ക് ആവശ്യമുള്ള ഫാറ്റും എടുത്തു, ബാക്കി കുറച്ച് ഫാറ്റ് വന്നു. ഈ ബാക്കി വരുന്ന ഫാറ്റ് ആണല്ലോ ശരീരത്തിന്റെ അവിടെ ഇവിടെയും കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ബാക്കി വരുന്ന ഫാറ്റിനെ ഈ ഇവര് ലിവറിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. ലിവറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിക്കും. ബ്രേക്ക് ഡൗൺ ചെയ്യിച്ച് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആക്കി മാറ്റി കൊളസ്ട്രോളിനെ അങ്ങോട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അതിനെ സഹായിക്കുന്ന ലിപ്പോപ്രോട്ടീൻ HDL ആണ്. അതുകൊണ്ടാണ് HDL ക്യാരി ചെയ്യുന്ന ലിപ്പോപ്രോട്ടീൻ ഗുഡ് കൊളസ്ട്രോൾ ആണെന്നും LDL ക്യാരി ചെയ്യുന്ന LDL ലിപ്പോപ്രോട്ടീൻ ക്യാരി ചെയ്യുന്ന കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ ആണെന്ന് പറയുന്നത്. കാരണം HDL വിഘടിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. മറ്റേതാണ് നമ്മുടെ പറയുന്ന അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് താഴെ കാണുന്ന ടിഷ്യൂസ് ആണ്. അതിനകത്ത് കൊണ്ടുപോയി നമ്മുടെ ലിവറിനകത്ത് കൊണ്ടുപോയി ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എന്തുകൊണ്ടാണ് HDL ഈ പറയുന്ന ഗുഡ് കൊളസ്ട്രോൾ ആയി പോയതെന്ന്? ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ ബ്ലഡില് കൊളസ്ട്രോളിന്റെ ലെവല് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡിപ്പോസ് സെൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ താഴെ, നമ്മുടെ സ്കിന്നിന്റെ തൊട്ട് താഴെയുള്ള ഒരു ലെയർ ഓഫ് സെൽസ് ആണ്. അവിടെയാണ് ഈ ഫാറ്റ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ ബൈൽ ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിന്റെ ഡൈജഷന് സഹായിക്കുന്ന ഒരു രാസാഗ്നി എന്ന് പറയുന്നില്ല, ഒരു നമ്മുടെ ശരീരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ബൈൽ എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ സാധനത്തിനെ അബ്സോർബ് ചെയ്യാം? അതായത് നമ്മുടെ ശരീരത്തില് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസും ഉണ്ട്. ലിംഫ് എന്ന് പറയുന്ന വേറൊരു ഘടകം. ലിംഫ് എന്ന് പറയുന്നത് ആക്ച്വലി ബ്ലഡ് പോലെ തന്നെയാണ്, പക്ഷെ ഈ പറയുന്ന RBC റെഡ് കളർ ഒന്നുമില്ല, ഒരു യെല്ലോ കളറിലുള്ള ഒരു ലിക്വിഡ് ആണ്, ലിംഫോയിഡ്സിൽ കാണുന്നതാണ്. അപ്പൊ ലിംഫിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് ഫാറ്റ്. അതും ചോദിക്കാറുണ്ട്, ലിംഫിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് ഫാറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ലിപ്പോപ്രോട്ടീൻ ബ്ലഡിലൂടെയാണ് ഫാറ്റിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ലിംഫിലേക്ക് ഇത് അബ്സോർബ് ചെയ്യപ്പെടുമെങ്കിലും നമ്മുടെ ലിംഫ് എന്ന് പറയുന്നത്
ലിംഫ് അല്ലല്ലോ, നമ്മുടെ ബ്ലഡ് അല്ലേ നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഓടിയെത്തുന്നത്. ബ്ലഡിലേക്ക് കൊടുത്താലല്ലേ എല്ലാ സെല്ലിലേക്കും ഫാറ്റ് എത്തുള്ളൂ. അതുകൊണ്ട് അത് ബ്ലഡിലേക്ക് ക്യാരി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ലിപ്പോപ്രോട്ടീൻ ഉള്ളത്. ഓക്കെ. പക്ഷെ അബ്സോർബ് ചെയ്യുന്നത്, ഇത് ഡൈജഷന്റെ ഭാഗമായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത് ലിംഫിനകത്തേക്കാണ്. ലിംഫ് എന്ന് പറയുന്നത് ഒരു യെല്ലോ കളർ ബ്ലഡ് പോലത്തെ ഒരു ടിഷ്യൂ ആണ്. അത്രയും ഒരു ഒരു കോശ ദ്രവ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഓക്കെ. എക്സസ് ആയിട്ടുള്ള ഫാറ്റ്, അതായത് സ്റ്റോർഡ് ഫാറ്റ് നമ്മുടെ സ്കിന്നില്, ബോൺ മാരോയില്, കിഡ്നിയില് ഇതിലൊക്കെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് സാധാരണ ചെയ്യാം എക്സസ് ഫാറ്റ്. അപ്പൊ ബോഡിക്ക് എപ്പോഴാണ് എനർജി ആവശ്യം വരിക? അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, നല്ല ഫാറ്റ് ആയിട്ടുള്ള, ഞാൻ ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യുമല്ല, എന്നാലും പറയുവാണ്, ഒരു എക്സാമ്പിൾ വേണ്ടി പറയുവാണ്, നല്ല ഫാറ്റ് ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തില് അദ്ദേഹം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ എനർജിക്ക് ചിലപ്പോൾ ഒരു കുറവുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നല്ലോണം ഫാറ്റ് ഈ പറയുന്ന സ്കിന്നിലും കിഡ്നിയിലും ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എനർജി ഒരിക്കലും നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല എന്ന് ശരീരം കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റിൽ നിന്നുള്ള എനർജി ആ ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിച്ച് ആ എനർജി യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ. അത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 1 ഗ്രാം ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കലോറി എനർജി കിട്ടും എന്ന് ചോദിച്ചാൽ 9 കലോറി എനർജി കിട്ടും. നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ കേസ് പറഞ്ഞപ്പോഴും പ്രോട്ടീനിന്റെ കേസ് പറഞ്ഞപ്പോഴും 4 കലോറിയെ കിട്ടുന്നുണ്ടായുള്ളൂ. പക്ഷെ ഇവിടെ ഫാറ്റിന്റെ കേസിൽ നമുക്ക് 9 കലോറിയാണ് എന്ത് കിട്ടുന്നത്, എനർജി കിട്ടുന്നത്. ഓക്കെ. ഇനി ഫാറ്റ് റിച്ച് ആയിട്ടുള്ള സ്പൈസ് ഏതാന്ന് വെച്ചാൽ നട്ട്മഗ് ആണ്. നട്ട്മഗ് എന്ന് പറയുന്നത് നമ്മുടെ ജാതിക്ക കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? സ്പൈസ് ആണ്. നമ്മള് മറ്റേ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിലൊക്കെ ഇടും, ജാതിപത്രിയും ജാതിക്കൊക്കെ. അപ്പൊ ഈ ജാതിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഉള്ളത്. സ്പൈസ് വർഗ്ഗങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ കൂട്ടത്തിന്റെ ഒരു സാധനം കൂടെ പറഞ്ഞുവാണ്, നമ്മുടെ ന്യൂട്രിയന്റുമായിട്ട് ബന്ധമില്ലെങ്കിലും ഇതിന്റെ കൂട്ടത്തിന്റെ ഒരു സാധനം കൂടെ പറയാം. ഈ നട്ട്മഗ് എടുത്ത് മണത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രാഗ്രൻസ് ഉണ്ടാവും, നല്ല സ്മെല്ല്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്മെല്ല് കിട്ടും. ആ ഒരു സ്മെല്ല് കൊടുക്കുന്ന സബ്സ്റ്റൻസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് ഫ്രാഗ്രൻസ് സബ്സ്റ്റൻസ് നട്ട്മക്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട്. അതെനിക്ക് തോന്നും നമ്മൾ ഈ പറയുന്ന ഈ പെർഫ്യൂംസിലും തൈലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ എടുക്കുന്ന ആ ഒരു ഫ്രാഗ്രൻസ് സബ്സ്റ്റൻസിന്റെ പേരെന്താന്ന് വെച്ചാൽ ഒലിയോറസിൻ ആണ്. ഇത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഒലിയോറസിൻ എന്നാണ് അതിന്റെ പേര്. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ഫാറ്റ് വരെയുള്ള ഘടകങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, നമ്മൾ പ്രോട്ടീൻ പഠിച്ചു, നമ്മൾ ഫാറ്റ് പഠിച്ചു. ഇനി നമ്മുടെ വേറൊരു പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നമ്മൾ പോകുകയാണ്, വൈറ്റമിൻസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 സാധനങ്ങളെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. വൈറ്റമിൻ എന്ന് പറയുന്ന ഒരു ടേം, ആ ഒരു പേര് ആദ്യം സജസ്റ്റ് ചെയ്തത് കാസിമർ ഫങ്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. വൈറ്റമിൻ തെറാപ്പിയുടെ ഫാദർ എന്നാണ് കാസിമർ ഫങ്ക് അറിയപ്പെടുന്നത്. കാസിമർ ഫങ്ക് ഫാദർ ഓഫ് വൈറ്റമിൻ തെറാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ വൈറ്റമിൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ശരീരത്തില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയറ്ററി കമ്പോണന്റ് ആണ്. ഇതിനെ കോ എൻസൈം എന്നും വിളിക്കാറുണ്ട്. സാധാരണ ഒരു എൻസൈം ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ തോത് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും എൻസൈംസ് ഹെൽപ്പ് ചെയ്യാം. അതിന്റെ കൂട്ടത്തില് അതിനൊന്ന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കോ എൻസൈംസ്. അത്തരത്തില് കോ എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡയറ്ററി കമ്പോണന്റ് ആണ് വൈറ്റമിൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തില് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുന്ന സമയത്ത് ബ്ലഡ് പോകും. ആ ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഒരു കോഎൻസൈം ആണ്. വൈറ്റമിൻ കെ ഉണ്ടെങ്കിലേ അവിടെ നിന്ന് ആര് വരുള്ളൂ? പ്രോത്രോംബിൻ വന്ന് ത്രോംബിനായിട്ട് മാറുള്ളൂ. പ്രോത്രോംബിനും ത്രോംബിനൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ആ ഒരു മുറി അവിടെ ഒരു മെഷ് വർക്ക് പോലെ വന്ന്, ഒരു വല പോലെ വന്ന് മുറി മൂടുന്നത്. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു കോ എൻസൈം, ഒരു സപ്പോർട്ടർ ആണ് ആര്? വൈറ്റമിൻ കെ. അതുകൊണ്ടാണ് ഇതിന് കോ എൻസൈം എന്നുള്ള പേര് കൊടുത്ത് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. ടോട്ടലി 13 വൈറ്റമിൻസ് ആണുള്ളത്. അതിൽ 8 വൈറ്റമിൻ ബി കോംപ്ലക്സിനകത്താണ്. ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നതാണ്. നമ്മൾ ചിലപ്പോൾ വായിക്കകത്ത് പുണ്ണൊക്കെ വരുന്ന സമയത്ത് പലരും വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ഗുളിക വാങ്ങിച്ചു കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പൊ 8 വൈറ്റമിൻ ബി കോംപ്ലക്സിനുള്ളിലാണ്. അതായത് വൈറ്റമിൻ B1, B2, B3, B4, B6 എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അങ്ങനെ 8 ഉണ്ട്.
ബാക്കി വരുന്ന 5 വൈറ്റമിൻ എ, ബി, ഇ, കെ, സി എന്നുള്ളതാണ്. ഓക്കെ, വൈറ്റമിൻസിനെ ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. വൈറ്റമിൻസിന്റെ സൊല്യൂബിലിറ്റി അനുസരിച്ച് നമുക്ക് ഇതിനെ രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ഉണ്ട്, വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ഉണ്ട്. ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിന് ഞാനൊരു കോഡ് പറഞ്ഞു തന്നു, അഡക് എന്നാണ്, ADEK, അഡക് ആണ് ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. ഇനി വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും. ഇനി നമ്മുടെ ശരീരത്തിൽ എന്ത് സാധനവും ഒരു പരിധി കൂടി കഴിഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യും. വൈറ്റമിൻസ് എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു രോഗാവസ്ഥ പോലെ തന്നെയാണ്, അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ ഓരോ വൈറ്റമിൻസ് ആയിട്ട് എടുത്തെടുത്ത് പഠിക്കുകയാണ്. ആദ്യത്തെ വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കണ്ണിന്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. നമ്മുടെ ലീഫി വെജിറ്റബിൾസ്, അതായത് മുരിങ്ങ, ചീര, ചേമ്പില, ഇത്തരത്തിലുള്ള ഇലക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണ്. മിൽക്കിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ എ ആണ്. നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻ എ ആണ്. അപ്പൊ 4 പോയിന്റ്സ് പറഞ്ഞു, 4 ഉത്തരം വൈറ്റമിൻ എ ആണ്. ഐന്റെ ഹെൽത്തിന് സഹായിക്കുന്നു, ലീഫി വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്നു, മിൽക്കിൽ അബണ്ടന്റ് ആയിട്ട് കാണുന്നു, ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതിനെല്ലാത്തിനും ഉത്തരം എന്താണ്? വൈറ്റമിൻ എ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു കേട്ടോ. നെക്സ്റ്റിലേക്ക് പോട്ടെ. ഇനി നമ്മുടെ ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഒരു പ്രോ വൈറ്റമിൻ ഫോമിലായിരിക്കും കാണും. അത് പിന്നീടാണ് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ ഒരു പ്രോ വൈറ്റമിൻ ഫോമിനെയാണ് നമ്മൾ ബീറ്റാ കരോട്ടീൻ എന്ന് വിളിക്കുന്നത്. ബീറ്റാ കെരോട്ടീൻ. കെരോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ കാരറ്റ്സിനൊക്കെ ഓറഞ്ച് നിറം കൊടുക്കുന്നത് ഈ കെരോട്ടീൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവാണ്. ഓക്കെ, ഇനി വൈറ്റമിൻ എ ചില സമയങ്ങളിൽ നമ്മുടെ ചില സമയങ്ങളിൽ ചില കുട്ടികളിലൊക്കെ പല്ല് വളർന്നു വരുന്ന, അതായത് നമ്മുടെ മിൽക്ക് ടീത്ത് പോയിട്ട് നെക്സ്റ്റ് പല്ല് വരുന്ന സമയത്ത് ഇറഗുലർ ആയിട്ട് വളരുന്ന കാണാം. അതായത് ഒന്ന് തിരിഞ്ഞു ഒന്ന് മറിഞ്ഞൊക്കെ വളരുന്ന കാണാം. ഇത്തരത്തിൽ ഇറഗുലർ പല്ലിന്റെ ഗ്രോത്തിന് കാരണമാകുന്നത് വൈറ്റമിൻ എ ആണ്. ഓക്കെ, കൂടാതെ വൈറ്റമിൻ എയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബേബീസിന് വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് ഒരു സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ വൈറ്റമിൻ എ കൊടുക്കാറുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക്, ബേബീസിന് നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റ് ഈ പറയുന്ന വാക്സിനേഷന്റെ കൂടെ കൊടുക്കാറുണ്ട്. എന്തിനാണെന്ന് ഒന്ന് ഊഹിച്ചിട്ട് ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യാം. എന്തിനായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയൂ. ഐ പ്രൊട്ടക്ഷൻ ആണോ? ആർക്കെങ്കിലും അറിയോ? ഐ പ്രൊട്ടക്ഷൻ ആണോ? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ശരീരത്തില് ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കോവിഡ് വന്ന സമയത്ത് നമ്മൾ കോവിഡ് വാക്സിൻ എടുത്തായിരുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആ ഒരു പർട്ടിക്കുലർ രോഗാണുവിനെതിരെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്. ഈ വൈറ്റമിൻ എക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ബേബീസിൽ വാക്സിനേഷൻ എടുത്തതിന് ശേഷം അവർക്ക് വൈറ്റമിൻ എയുടെ സപ്ലിമെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ എടുക്കുന്നെങ്കിൽ അതിനൊരു എക്സ്ട്രാ ബൂസ്റ്റ് എന്നുള്ള രീതിയിലാണ് വൈറ്റമിൻ എ കൊടുക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അപ്പൊ വൈറ്റമിൻ എ കഴിഞ്ഞു. വൈറ്റമിൻ എയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൈറ്റമിൻ നോക്കാം. വൈറ്റമിൻ ഡി ആണ്. അതായത് the vitamin that is produced in the skin with the help of ultraviolet rays in sunlight. നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന സൺലൈറ്റിലുള്ള റേസ് ആണ് അൾട്രാവയലറ്റ് റേസ്. ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകും, അത് വേറെ കാര്യം. പക്ഷെ UV ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, UV ലൈറ്റിന്റെ പ്രസൻസിൽ നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ടാണ് ഈ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഒക്കെ, വൈറ്റമിൻ ബി ആണെങ്കിലും എ ആണെങ്കിലും സി ആണെങ്കിലും, ഈ പറഞ്ഞതെല്ലാം നമുക്ക് ഡയറ്റിലൂടെ കിട്ടും. നമ്മൾ ഫുഡ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് എടുത്താൽ മതി. പക്ഷെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു പ്ലാന്റിനകത്തും കാണുന്നില്ല. നമ്മുടെ സ്കിന്നിനകത്ത് അൾട്രാവയലറ്റ് റേസിന്റെ പ്രസൻസിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്.
വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഹോർമോൺ പ്രിക്കോസർ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഹോർമോൺ പ്രിക്കോസർ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ബോൺ, അതുപോലെ ടൂത്ത്, നമ്മുടെ പല്ല്, അതുപോലെ നമ്മുടെ എല്ല്, ഇതിന്റെ രണ്ടിന്റെയും ആരോഗ്യത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ശരീരത്തില് കാൽഷ്യത്തിന്റെ പ്രൊട്ടക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ഫോംസ് വൈറ്റമിൻ ഡി ഉണ്ട്. ഓക്കെ, വൈറ്റമിൻ ഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് കിട്ടില്ല. പിന്നെ രണ്ട് ഫോംസ് ഓഫ് വൈറ്റമിൻ ഡി ഉണ്ട്. വൈറ്റമിൻ D2 ഉണ്ട്, വൈറ്റമിൻ D3 ഉണ്ട്. വൈറ്റമിൻ D2 എന്ന് പറയുന്നതിനെ എർഗോസ്റ്റിറോൾ എന്നാണ് പറയുന്നത്. ഒരു കെമിക്കൽ നെയിം എർഗോസ്റ്റിറോൾ എന്നാണ്. വൈറ്റമിൻ D3യുടെ ഒരു സയന്റിഫിക് നെയിം അല്ലെങ്കിൽ അതിന്റെ ഒരു കെമിക്കൽ നെയിം കൊളികാൽസിഫെറോൾ എന്നുള്ളതാണ്. ഓക്കെ, കൊളികാൽസിഫെറോൾ. വൈറ്റമിൻ D2 എർഗോസ്റ്റിറോൾ ആണ്, വൈറ്റമിൻ D3 കൊളികാൽസിഫെറോൾ ആണ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇനെ ഒരു ഹോർമോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ വൈറ്റമിൻ ഇന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് ആണ്. നമ്മുടെ വന്ധ്യതയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോപ്പർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഹാർട്ട്, നമ്മുടെ സ്കിന്ന്, ഇതിന്റെയൊക്കെ ഹെൽത്തിന് വൈറ്റമിൻസ് ആവശ്യമാണ്. നമ്മൾ ഈ സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫേഷ്യൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ ഇയുടെ ഗുളികയിൽ നിന്ന് ഒരു പച്ച കളർ ഗുളിക അതിങ്ങനെ പൊട്ടിച്ചൊഴിച്ച് അതിന്റെ ആ ഒരു വൈറ്റമിൻ ഇയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മുഖത്തൊക്കെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സ്കിന്നിന്റെ ഹെൽത്തിന് അത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. ഓക്കെ, ആന്റി ഓക്സിഡന്റ് ആണ്. ഓക്കെ, അതായത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് ഇത് വരുമ്പോഴാണ്. അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ആർക്ക് പറ്റും? വൈറ്റമിൻ ഇക്ക് പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വൈറ്റമിൻ ഇ ആണ് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വൈറ്റമിൻ. നമ്മുടെ ന്യൂ ബോൺസിൽ, അതായത് ജനിക്കുന്ന കുഞ്ഞുങ്ങളില് മൈൽഡ് ആയിട്ട് വളരെ ചെറിയ തോതിൽ ലിറ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻ കെ, കെമിക്കൽ കണ്ടെയ്ൻഡ് ഇൻ വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയിൽ കാണുന്ന ഒരു കെമിക്കൽ പ്രോത്രോംബിൻ ആണ്. ഈ പ്രോത്രോംബിൻ ത്രോംബിൻ ആയിട്ട് മാറിയിട്ടാണ്, ത്രോംബിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിന്റെ ഫോമിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ഫോം ചെയ്യുന്നത്. വൈറ്റമിൻ കെ നമ്മുടെ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും അടക്ക്, അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഈ അടക്ക് എന്ന് പറയുന്ന 4 വൈറ്റമിൻസും ഫാറ്റ് സൊല്യൂബിൾ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വൈറ്റമിൻസ് എല്ലാം വാട്ടർ സൊല്യൂബിൾ ആണ്. ബിയും സിയും. അതിൽ ബി കോംപ്ലക്സിൽ തന്നെ 8 എണ്ണം ഉണ്ട്. ആ 8 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ പേരും അതിന്റെ കെമിക്കൽ നെയിം എല്ലാം പഠിക്കാനുണ്ട്. സോഴ്സ് പഠിക്കാനുണ്ട്, യൂസ് പഠിക്കാനുണ്ട്. അപ്പൊ വൈറ്റമിൻ B1 ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ബ്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തവിട്, നമ്മുടെ ഗ്രെയിൻസിൽ, നമ്മുടെ നെല്ലിലൊക്കെ തവിടില്ലേ, ആ തവിടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B1. ഈ വൈറ്റമിൻ B1ന്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം ആണ് തയാമീൻ എന്ന് പറയുന്നത്. ഈ തയാമീൻ വളരെ ഹെവി ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, നമുക്ക് വൈറ്റമിൻ B1ന്റെ സപ്ലിമെന്റ് കൊടുക്കാറുണ്ട്, അവരുടെ ആ ഒരു ബോഡി പഴയ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൈറ്റമിൻ B2, അതിന്റെ സയന്റിഫിക് നെയിം ആണ് റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. അത് മിൽക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ചില മിൽക്കുകൾക്ക് അല്ലെങ്കിൽ ചില പാലിന് ഒരു യെല്ലോയിഷ്, ലൈറ്റ് യെല്ലോയിഷ് കളർ ഉണ്ടാവും. ചിലപ്പോൾ അത് കറന്നെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ഉണ്ടാവും. ഈ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ മിൽക്കിന് കൊടുക്കുന്നത് റൈബോഫ്ലാവിൻ എന്ന് പറയുന്ന വിറ്റാമിൻ B2ന്റെ പ്രസൻസ് ആണ്. ഓക്കെ, ഈ റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ
പാലിനെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാലിനകത്തുള്ള വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ഡിസ്ട്രോയ് ചെയ്യപ്പെടും, നശിക്കും. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്താൽ അതിനുള്ള വിറ്റാമിൻ നശിച്ചു പോകും എന്നാണ് പറഞ്ഞത്. ഇനി വൈറ്റമിൻ B2 മറ്റൊരു പേരാണ് വൈറ്റമിൻ G. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B2 ആണ്, അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ എന്നും പറയാം. അതിന്റെ സയന്റിഫിക് നെയിം വെച്ചിട്ടും പറയാം. ഇനി നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ചില ബാക്ടീരിയാസ് ഉണ്ട്. അത് നമുക്കറിയാം. നേരത്തെ റുഡിമെന്റ്സിന്റെ കാര്യം, ചില ഈ ഹെർബിവോറസ് ആയിട്ടുള്ള അനിമൽസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ സീക്കത്തിനകത്ത് ചില ബാക്ടീരിയ ഉണ്ട്, അത് സെല്ലുലോസിന്റെ ഡൈജഷനെ സഹായിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഡൈജഷനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനൊക്കെ ആവശ്യമായിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ചില ബാക്ടീരിയാസ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിലാണ് കാണുന്നത്. ഈ സ്മോൾ ഇൻഡസ്ട്രിയിൽ കാണുന്ന ഈ ബാക്ടീരിയയുടെ ആക്ഷന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചില വൈറ്റമിൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന 3 വൈറ്റമിൻസിൽ ഒരെണ്ണം വൈറ്റമിൻ B7 ആണ്, ഒരെണ്ണം വൈറ്റമിൻ B5 ആണ്, ഒരെണ്ണം വൈറ്റമിൻ K ആണ്. ഈ 3 വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിലെ സ്മോൾ ഇൻഡസ്ട്രിയിൽ കാണുന്ന ബാക്ടീരിയയുടെ ആക്ഷന്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, വൈറ്റമിൻ B3 അറിയപ്പെടുന്നത് വിറ്റാമിൻ PP എന്നാണ്. PP എന്ന് പറഞ്ഞാൽ പെല്ലാഗ്ര ഉണ്ടാകുന്നത് വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പൊ പെല്ലാഗ്രയുടെ പ്രിവെൻഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു, പെല്ലാഗ്ര എന്ന് പറയുന്ന ഒരു രോഗമാണ് കേട്ടോ. അപ്പൊ അതിന്റെ പ്രിവെൻഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3 എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വൈറ്റമിൻ PP അല്ലെങ്കിൽ വൈറ്റമിൻ പെല്ലാഗ്ര പ്രിവെൻഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻ B7 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈറ്റമിൻ H. നേരത്തെ നമ്മൾ വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ഒരു വൈറ്റമിനെ കുറിച്ച് പറഞ്ഞു, അത് വൈറ്റമിൻ B2 ആണ്. ഇവിടെ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B7 ആണ്. നമ്മൾ എലീസ ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നത്? നമ്മൾ എയ്ഡ്സ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എലീസ ടെസ്റ്റ്. എലീസ ടെസ്റ്റിൽ നമ്മൾ ഒരു വൈറ്റമിൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ B7, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് വൈറ്റമിൻ H എന്നാണ്. ഇനി നമ്മുടെ ബ്ലഡ് സെല്ലിന്റെ ഫോർമേഷൻ, നമ്മുടെ ബ്ലഡിൽ കുറെ സെല്ലുണ്ട്. നമുക്ക് RBC ഉണ്ട്, എറിത്രോസൈറ്റ്സ് ഉണ്ട്, T ലിംഫോസൈറ്റ്, B ലിംഫോസൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെൽസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, അങ്ങനെ പല സെൽസ് ഉണ്ട്. ഈ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B9 ആണ്. ഓക്കെ, അതുപോലെ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ, കുറെ സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാന്ന് വെച്ചാൽ വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B12 എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? അതിന്റെ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ ഫിഷ്, മീറ്റ്, ലിവർ എന്ന് പറയുന്നത് നമ്മൾ മൃഗങ്ങളുടെ ലിവർ എല്ലാം തിന്നും, ആടിന്റെ ലിവർ അതെല്ലാം തിന്നുമില്ലേ? അപ്പൊ ആ ഒരു ഇതാണ് നമ്മൾ ലിവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ആദ്യമായിട്ട് ഒരു മാൻമെയ്ഡ് ഫോമിൽ, നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ഒരു വൈറ്റമിൻ ഉണ്ടാകുന്നത്, മാൻമെയ്ഡ് ഫോം ഓഫ് വൈറ്റമിൻ B12 ഏതാണെന്ന് വെച്ചാൽ സയനോകൊബാലമൈൻ ആണ്. നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ആദ്യം ഉണ്ടാക്കിയ വൈറ്റമിൻ C ആണ്. ഞാൻ അത് ഇതുമായിട്ട് കൺഫ്യൂഷൻ ആക്കി. മാൻമെയ്ഡ് ഫോം ഓഫ് വൈറ്റമിൻ B12 ആണ് സയനോകൊബാലമൈൻ. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമുക്ക് റെയിൻ വാട്ടറിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മള് ചില വൈറ്റമിൻസ് ഒക്കെ ചില മൈക്രോബ്സിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ചില മൈക്രോബ്സ് അവരുടെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് ചില വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാക്കും. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വായുവിൽ തന്നെ ഒത്തിരി മൈക്രോബ്സ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഈ മൈക്രോബ്സ് ചിലപ്പോൾ അവരുടെ മെറ്റബോളിക് പ്രോസസ്സിന്റെ ഫലമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റമിൻ B12 മഴ പെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ആ വെള്ളത്തോട് കൂടി ചേർന്ന് താഴേക്ക് വരും. അതുകൊണ്ടാണ് ഈ റെയിൻ വാട്ടറിനകത്ത് വൈറ്റമിൻ B12ന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ശരീരം, നേരത്തെ ഞാൻ പറഞ്ഞു കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B12 ആണെന്ന്. കൊബാൾട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ അയേണിന്റെ അബ്സോർപ്ഷന് സഹായിക്കുന്നത് കൊബാൾട്ട് ആണ്. ഇനി ഞാൻ നേരത്തെ പെല്ലഗ്ര ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. ഈ പെല്ലഗ്ര ഡിസീസ് എന്തിനേക്കാണ് അഫക്ട് ചെയ്തത്? നമ്മുടെ സ്കിന്ന്, നമ്മുടെ തൊലിനെ അഫക്ട് ചെയ്യും. നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പല്ലിന്റെ ഇനാമൽ, പല്ലിന്റെ ആ പുറത്ത് കാണുന്ന വൈറ്റ് പോർഷൻ ഇല്ലേ, അത് ഇനാമൽ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ കട്ടിയുള്ള ഒരു ഭാഗമാണ്. ആ ഇനാമലിനെയും സ്കിന്നിനെയും നെർവസ് സിസ്റ്റത്തിനെയും എഫക്ട് ചെയ്യുന്ന വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഇത്രയാണ് വൈറ്റമിൻ B വരുന്നത്. ഇനി അതിന്റെ സയന്റിഫിക് നെയിമും യൂസസും സോഴ്സസും നമുക്ക് സെപ്പറേറ്റ് ഒരു ടേബിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവസാനം നോക്കാം. നെക്സ്റ്റ് നമുക്ക് വൈറ്റമിൻ C നോക്കാം.
ആദ്യമായിട്ട് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നീരാവിയോടൊപ്പം ഡിസോൾവ് ആയിട്ട് പോകുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. കാരണം എന്താ? വൈറ്റമിൻ ബിയും സി ഒക്കെ വാട്ടറിൽ സൊല്യൂബിൾ ആണ്. നമ്മള് ഇപ്പൊ ഈ പറയുന്ന നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ ലൈം ഉണ്ടാക്കില്ലേ, അതായത് ലൈം ടീ ഉണ്ടാക്കില്ലേ, ലൈം ടീ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് തിളയ്ക്കുന്ന തിളയ്ക്കുന്ന ടീക്കകത്തോട്ട് നമ്മൾ ഈ ലൈം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചൂടായി പോകുന്ന ആവിയുടെ കൂടെ വൈറ്റമിൻ സി അങ്ങ് പോകും, ആവിയായിട്ട് പോകും. കാരണം എന്താ? അത് ആ നീരാവിയുടെ കൂടെ ലയിച്ചു പോകും. അപ്പൊ അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് വൈറ്റമിൻ സി കിട്ടൂല, റോ ആയിട്ട് കഴിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഹീറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാന്ന് വെച്ചാൽ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാന്ന് ചോദിച്ചാൽ അംല, അതായത് നമ്മുടെ നെല്ലിക്ക, ലെമൺസ്, അതുപോലെ ഓറഞ്ചസ്, ഇതിനകത്തൊക്കെയാണ് വൈറ്റമിൻ സി കൂടുതലായിട്ട് കാണുന്നത്. ഇനി നമ്മുടെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ വൈറ്റമിൻ സിയുടെ ഒക്കെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബിയുടെ ഒക്കെ ഡെഫിഷ്യൻസി വന്നാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലിമെന്റ് എടുക്കണം. 3 നേരമൊക്കെ സപ്ലിമെന്റ് എടുക്കാൻ പറയും. കാരണം എന്താ അറിയോ? നമ്മൾ ഈ സപ്ലിമെന്റ് എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം, നമ്മൾ സപ്ലിമെന്റ് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഗുളികയായിട്ട് കഴിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഗുളികയായിട്ട് നമ്മൾ കഴിച്ചത് നമ്മുടെ ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഈ വൈറ്റമിൻ സി ബി ഒക്കെ നമ്മൾ കഴിച്ചത് മുഴുവനും യൂറിനിലൂടെ അങ്ങോട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അതിൽ എന്ത് വരും? അത് നമ്മുടെ ശരീരത്തിൽ നിൽക്കില്ല, അത് വെള്ളത്തിലൂടെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. ഇത് യൂറിനോട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന വൈറ്റമിൻസ് ആണ് സിയും ബിയും. അതുകൊണ്ട് അതിന്റെ ഇൻടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഇനി നമ്മുടെ വൗണ്ട് ഹീലിംഗ്, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വൗണ്ട് ഹീൽ ആവാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ അളവ് കുറവാണെന്നാണ്. വൈറ്റമിൻ സി ശരിക്കും വൗണ്ട് ഹീലിംഗിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ കോൾഡ് വരുന്ന സമയത്ത്, നമുക്ക് ജലദോഷം, നമുക്ക് ചെറിയ പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ലൈം കുടിക്കും, അല്ലെങ്കിൽ നമ്മൾ ലൈം ടീ കുടിക്കും. കാരണം എന്താണ്? ആക്ച്വലി വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ കോൾഡിന് ഒരു മെഡിസിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമ്മുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിലെ കോമൺ കോൾഡിന് എതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈറ്റമിൻ സി കഴിക്കാം. വൈറ്റമിൻ സി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈ വൈറ്റമിൻസ് നമ്മളെ യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടെയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതായത് നമ്മളെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനും കൂടെയാണ് വൈറ്റമിൻ സി. വൈറ്റമിൻസ് നമ്മുടെ സ്കിന്നിന്റെ, നമ്മുടെ മോണകൾ, നമ്മുടെ ഗം എന്ന് പറയുന്നത് നമ്മുടെ മോണകളുടെ, നമ്മുടെ ബ്ലഡ് സെല്ലിന്റെ ഒക്കെ ഹെൽത്തിന് ആവശ്യമാണ്. ഇനി വൈറ്റമിൻ സി ഇല്ലെങ്കിൽ നമ്മുടെ ഗംസ് എല്ലാം ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ മോണയൊക്കെ പല്ല് തേക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വായ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് ബ്ലഡിന്റെ ഒക്കെ എസൻസ് കാണാറുണ്ട്. നമ്മുടെ മോണയിൽ നിന്ന് വരുന്ന ചോരയൊക്കെ കാണാറുണ്ട്. ഈ ബ്ലീഡിങ്ങിന് കാരണം വൈറ്റമിൻ സി ലാക്ക് ആയതുകൊണ്ടാണ്. ഇനി വൈറ്റമിൻ സി ലാക്ക് ആകുന്ന ആ ഒരു ഡിസീസ്, അതായത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് സ്കർവി എന്ന് പറയുന്ന ഡിസീസ്. സ്കർവി. ഓക്കെ, നമ്മുടെ ബോഡിയിൽ അയോണിന്റെ അബ്സോർപ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ആ വൈറ്റമിന്റെ പേരാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അയോണിന്റെ അബ്സോർപ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഏകദേശം എല്ലാ വൈറ്റമിൻസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വൈറ്റമിൻസും അവരുടെ സോഴ്സസും ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ വൈറ്റമിൻ എ പറയുവാണ്. വൈറ്റമിൻ എയുടെ സോഴ്സ് എന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമുക്ക് വൈറ്റമിൻ എ കിട്ടുക? ക്യാരറ്റ്, സ്പിനാച്ച്, ഡയറി പ്രൊഡക്ട്സ്, അതുപോലെ ലെൻറ്റിൽസ്, നമ്മുടെ കോൾഫിഷ്, നമ്മുടെ ചേമ്പിന്റെ ഇല, മുരിങ്ങയുടെ ഇല, ഫിഷ് ഓയിൽ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ഇനി വൈറ്റമിൻ എയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ്, സ്കിന്ന്, ഹെയർ, ഇതിന്റെയൊക്കെ ഹെൽത്ത് നോക്കുന്നത് വൈറ്റമിൻ എ ആണ്. നെക്സ്റ്റ് വൈറ്റമിൻ ഡി ആണ്. ഡയറി പ്രൊഡക്ട്സ്, ഫിഷ് ഓയിൽ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഇത് നമ്മുടെ ബോണ്, നമ്മുടെ ടീത്ത്, കാൽഷ്യം, ഫോസ്ഫറസ്, ഇതിന്റെയൊക്കെ അബ്സോർപ്ഷൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വെജിറ്റബിൾ ഓയിൽസ്, എഗ് യോക്ക്, മിൽക്ക്, അതുപോലെ സ്പ്രൗട്ടഡ് ഗ്രെയിൻസ്, അതായത് മുളപ്പിച്ച പയർവർഗ്ഗമൊക്കെ കഴിക്കൂലേ, അതിനകത്തു നിന്നൊക്കെ കിട്ടുന്നതാണ് വൈറ്റമിൻ ഇ. നമ്മുടെ നെർവ്, റെഡ് ബ്ലഡ് സെൽസിന്റെ ഒക്കെ ഹെൽത്ത് ആണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൈറ്റമിൻ കെ ആണ്. ക്യാബേജ്, അതുപോലെ ചീര, കോളിഫ്ലവർ, എഗ്, ഫിഷ്, മീറ്റ് ഇതൊക്കെ കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് വൈറ്റമിൻ കെ കിട്ടുന്നത്. ഇനി അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, വൈറ്റമിൻ ബിയും സിയും കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. വൈറ്റമിൻ ബിയുടെ സോഴ്സ് ഗ്രെയിൻ ബ്രാൻ, അതായത് നമ്മുടെ നെല്ലിന്റെ ഒക്കെ ആ ഒരു തവിട് എന്ന് പറയുന്ന സാധനം ഇല്ലേ, അത്, എഗ്, മിൽക്ക്, ഇതിൽ നിന്നൊക്കെയാണ് വൈറ്റമിൻ ബി കിട്ടുന്നത്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഇതൊക്കെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ബിയുടെ പ്രസൻസ് കാരണമാണ്. റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ, നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത്, ഇതെല്ലാം വൈറ്റമിൻ ബിന്റെ ഫംഗ്ഷൻ ആണ്. വൈറ്റമിൻ സി നമ്മുടെ ഫ്രൂട്ട്സ്, അംല, മുരിങ്ങ ലീവ്സ്, പപ്പായ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ സ്കിന്ന്, ടീത്ത്, ഗമ്മ്, ബ്ലഡ് സെൽസ് ഇതിന്റെ ഒക്കെ ഹെൽത്തിനെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇതുവരെ എടുത്തതെല്ലാം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇന്നത്തെ ടൈം നമ്മുടെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താങ്ക് യു.